കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടും. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വിനീതമായ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് തേവലക്കരയോടുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നെ മീറ്റിംഗിൽ പരിചയപ്പെടുത്തിയത് എൻ്റെ കർത്താവിനെ ഞാൻ ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ സാവുച്ചാനാണ്. സാവുച്ചാനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പങ്കുചേരാൻ കർത്താവ് തന്ന അസുലഭമായ അവസരങ്ങൾക്ക് ഞാൻ ദൈവത്തോട് അതിയായിട്ട് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് രാത്രി അല്പസമയ വിചിന്തനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി അല്പസമയ വിചിന്തനത്തിന് വിധേയമാക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. ആ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ യാക്കോബ് പത്തനാരാമിൽ നിന്നും വന്ന് ശേഷം കനാൻ ദേശത്ത് ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. ആ പട്ടണത്തിന് അരികെ പാളയം അടിച്ചു. വളരെ പരിചിതമായ ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. യാക്കോബ് നമുക്കറിയാം 221 വർഷത്തെ തൻ്റെ ലാബാന്റെ വീട്ടിലെ യാത്രയുടെ അനന്തരമായി തൻ്റെ മക്കളായി, ഭാര്യയായി, ദാസ്യദാസന്മാരായി, ബഹുസമ്പത്തായി യാക്കോബ് മടങ്ങി വരികയാണ്. മടക്കയാത്രയിൽ വല്ലാത്തൊരു ഭീതി തന്നെ വേട്ടയാടിയിരുന്നു. ആ ഭീതി എന്നുള്ളത് നമുക്ക് വളരെ പരിചിതമാണ്. തൻ്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഏശാവ് തന്നെ കൊല്ലുമോ എന്നുള്ളൊരു പ്രാണഭയത്തിൽ യാക്കോബ് പ്രയാണം ആരംഭിച്ചു. പക്ഷെ ആ വിഷയത്തിന്മേൽ ദൈവം ക്രിയാത്മകമായി ദൈവം ലാബാനോട് ഇടപെട്ടു. യാക്കോബിന്റെ കാര്യങ്ങളുടെ മേൽ നീ ഇടപെടരുതെന്ന് ലാബാനോട് ദൈവം കർശനമായിട്ട് ഇടപെടുകയും യാക്കോബിന്റെ പ്രയാണം ശുഭകരമായി മാറുകയും അനന്തരമായിട്ട് ഏശാവിന്റെ അടുക്കൽ നിന്നുള്ള ഭയം വേട്ടയാടി. പക്ഷെ അവിടുന്ന് ദൈവം അത്ഭുതകരമായിട്ട് യാക്കോബിനെ വിടുവിച്ചു. ആ സമാധാനപരമായൊരു യാത്ര ഏശാവിൽ നിന്നും തനിക്ക് ലഭ്യമായി തീർന്ന അനന്തരമായി യാക്കോബ് പത്തനാരാമിലേക്ക് എത്തിച്ചേരുകയാണ്. എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് ശേഖേം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ശേഖേമിൽ എത്തിച്ചേർന്ന അനന്തരമായിട്ട് യാക്കോബ് അവിടെ സമാധാനത്തോടെ അവിടെ പാളയം അടിക്കുന്നു. പാളയം അടിച്ച അനന്തരമായിട്ട് ഏകദേശം 100 വെള്ളിക്കാശ് വില കൊടുത്ത് ശേഖേമിന്റെ അപ്പനായ ഹാമോറിന്റെ കയ്യിൽ നിന്നും ആ സ്ഥലം യാക്കോബ് വിലയ്ക്ക് വാങ്ങുകയാണ്. വിലയ്ക്ക് വാങ്ങിയ അനന്തരമായിട്ട് യാക്കോബ് അവിടെ ഒരു യാഗപീഠം പണിയുന്നു. അതാണ് ആ ഭാഗത്തിന്റെ നമ്മൾ വായിച്ചതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിപ്രധാനമായ ചില വിഷയങ്ങളിലേക്കാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒരുമിച്ച് വിചിന്തനത്തിന് വിധേയമാക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ശേഖേം എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് യാക്കോബ് വന്ന് കൂടാരം അടിക്കുന്നത്. അപ്പനാകുന്ന ശേഖേമിന്റെ കയ്യിൽ 100 വെള്ളിക്കാശ് വില കൊടുത്ത് യാക്കോബ് ശേഖേം വിലയ്ക്ക് വാങ്ങുകയാണ്. എന്തുകൊണ്ട് യാക്കോബ് അവിടം തന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് ശ്രദ്ധർഹമാണ്. ഒരു വലിയ പടയായി, ഒരു വലിയ സൈനിക ബലമായി, ബഹുസമ്പന്നനായി യാക്കോബ് യാത്ര ചെയ്തു വരികയാണ്. യാക്കോബിന്റെ ലക്ഷ്യം ശേഖേം അല്ലായിരുന്നു. വളരെ ബൈബിൾ പഠിച്ചു നോക്കി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ശേഖേമിൽ എത്തിയ യാക്കോബ് 100 വെള്ളിക്കാശ് വില കൊടുത്ത് അവിടെ വാങ്ങിയിട്ട് അവിടെ കൂടാരമടിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ശേഖേം? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദൂതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനാണ് ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുന്നത്. ചരിത്രപരമായിട്ടൊന്നും ഞാൻ അതിലേക്ക് അധികം എത്തി നോക്കുന്നില്ല. എങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ എന്താണ് ശേഖേം എന്നുള്ളത് ശ്രദ്ധർഹമാണ്. ഉരിയാടാത്ത ഊമൻ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് കൽദരുടെ പട്ടണമായ ഊരിൽ നിന്നും തേജോമന ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായ അബ്രഹാം താൻ അതുവരെ സേവിച്ചതൊന്നും ദൈവമല്ലെന്നറിഞ്ഞപ്പോൾ ആ ദൈവത്തെ പുറങ്കാല് കൊണ്ട് തട്ടിയെറിഞ്ഞ് യൂഫ്രട്ടീസ് മഹാനദി നീന്തിക്കടന്ന് ദൈവം ശില്പിയായതും അടിസ്ഥാനമുള്ളൊരു നഗരത്തെ നോക്കി യാത്ര ആരംഭിച്ച അബ്രഹാം ആരംഭമായിട്ട് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിച്ചിറക്കിയ ജീവനുള്ള ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന സ്ഥലമാണ് ശേഖേം. ശേഖേമിൽ എത്തിയപ്പോൾ ദൈവം അബ്രഹാം പ്രത്യക്ഷനായി. പ്രത്യക്ഷാനന്തരം ദൈവം പറയണ അബ്രഹാമേ, ഇപ്പോൾ ആ സ്ഥലം ഞാൻ നിന്റെ സന്തതിക്ക് അവകാശമായി തരാം. ഒരു വാക്തത്വം ദൈവം പറയാണ്. ഈ വാക്തത്വം കേട്ട മാത്രയിൽ തന്നെ അബ്രഹാം ഇടം വലം തിരിയാതെ അവിടെ ഒരു യാഗം പണിയാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ഈ ദൂതിന്റെ തുടക്കത്തിൽ പറയാം, ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വാക്ക് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന് തന്നെയാണ്. പക്ഷെ തൻ്റെ തലമുറയെ കുറിച്ചുള്ള മണ്ണ്
നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്നറിഞ്ഞപ്പോൾ ആ ദേശത്തിന്റെ പശ്ചാത്തലം നന്നായി അറിയാൻ അബ്രഹാം വാഗ്ദത്തങ്ങളുടെ തലമുറയ്ക്കെതിരായി നിൽക്കുന്ന ചില മേഖലകളെ തകർക്കേണ്ടതിന് അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിയാണ്. ജീവനുള്ള ദൈവത്തിന് ആദ്യമായി യാഗപീഠം പണിയാണ്. അതിനു മുമ്പ് അബ്രഹാം നരബലിയും മൃഗബലിയും ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ജീവനുള്ള ദൈവത്തിന് ആദ്യമായി യാഗം അവിടെയാണ്. ഒറ്റ കാര്യം വളരെ വ്യക്തമാണ്. ദൈവം നമ്മുടെ തലമുറയോടൊരു വാഗ്ദത്തം പറഞ്ഞാൽ ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നാം വില കൊടുക്കണം എന്നുള്ളതിന്റെ ശ്രദ്ധർഘമായ സൂചനയാണ് 12:6 നമ്മൾ വായിക്കുന്നത്. അബ്രഹാം അവിടെ യാഗപീഠം പണിതു. ദൈവത്തിന്റെ പ്രത്യക്ഷത അവിടെ ഉണ്ടായി. ആ അനന്തരമായിട്ട് അബ്രഹാം അവിടുന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അനന്തരമായിട്ട് ആ സ്ഥലം ശേഖേം തന്റെ സന്തതിക്ക് ദൈവം അവകാശമായി കൊടുത്ത വാഗ്ദത്ത ദേശമാണ്. എന്നാൽ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് പക്ഷെ ആ വാഗ്ദത്ത ദേശം വെട്ടിപ്പിടിക്കാനോ യാഗം നടത്തി തിരിച്ചു പിടിക്കാനോ, അപ്പൻ പണിത യാഗപീഠത്തിൽ ദൈവമഹത്വം ഇറങ്ങിയ സ്ഥലം തിരിച്ചു പിടിക്കാനോ ഇസഹാക്ക് വില കൊടുക്കുന്നില്ല. ഇസഹാക്കിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇസഹാക്കിന് 2 മക്കളുണ്ടായി, ഏശാവും യാക്കോവും. പക്ഷെ ഏശാവ് അതിന് വില കൊടുക്കുന്നില്ല. എല്ലാം സമ്പത്തും ലഭിച്ച ശേഷം യാക്കോബ് ശേഖേമിലെത്തിയപ്പോൾ ആ വെല്ലിപ്പൻ പണിത യാഗപീഠത്തിന് അരികെ തന്നെ അന്യാധീനപ്പെട്ടുപോയ കനാന്യർ കൈവശപ്പെടുത്തിയ ആ സ്ഥലം 100 വെള്ളിക്കാശ് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് യാക്കോബ് അവിടെ ഒരു യാഗപീഠം പണിയാണ്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയാം, നമുക്കോ നമ്മുടെ തലമുറയോടോ ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ യാഗം അർപ്പിക്കപ്പെട്ട് അതിനെ തിരിച്ചു പിടിക്കാൻ മനസ്ഥിതിയുള്ള ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില പോരാട്ട തലങ്ങളെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പടവെട്ടുന്നവരോട് പറയാം, ദൈവം ഒരിക്കലും വാഗ്ദത്തങ്ങളിൽ വാക്കുമാറുന്നവനല്ല. കാലത്തിന്റെ ഗതിഭേദം അനുസരിച്ചോ കാലത്തിന്റെ ഗതിവിഗതി അനുസരിച്ചോ ദൈവം ഒരിക്കലും വാക്കുമാറുന്നവനല്ല. പശ്ചാത്തലമോ സാഹചര്യങ്ങളോ കണ്ടോ അല്ല ദൈവം നമ്മളോട് വാക്ക് പറയുന്നത്. പക്ഷേ വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ അവിടം കൊണ്ട് ഉത്തരവാദിത്തം തീരുന്നില്ല. നമ്മൾ അതിനുവേണ്ടി പടവെട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒന്ന് ഞാൻ കയറി പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഉത്തരവാദിത്തമില്ലായ്മ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ അത് എടുത്തു പറയാം. ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഉത്തരവാദിത്തമില്ലായ്മ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ആവണക്ക് കിളിപ്പിക്കാനും ആവണ കുണക്കാനും ദൈവത്തിന് അധികാരമുണ്ട്. അതാണ് ദൈവത്തിന്റെ പരമാധികാരം. നമ്മുടെ അനുവാദം കൂടെയോ അനുവാദമില്ലായ്മയോ ദൈവത്തിന് നമ്മുടെ സമസ്ത മേഖലകളിലും ആധിപത്യം പുലർത്താൻ ദൈവത്തിന് കഴിയും എന്നുള്ള സന്ദർഭമാണ്. പക്ഷെ ഒരു കാര്യം, ഇവിടെ യാക്കോബ് അബ്രഹാമിന്റെ അവന്റെ വല്യപ്പനോട് പറഞ്ഞ വാഗ്ദത്തമുള്ള ദേശം, തലമുറയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം, യാക്കോബ് അവിടെ യാഗപീഠം പണിത് തിരിച്ചു പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്കൂടെ ദൂതിലേക്ക് എത്തിച്ചേരാം. അങ്ങനെ യാക്കോബ് അവിടെ 100 വെള്ളിക്കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ ഒരു യാഗപീഠം പണിയാണ്. അവിടെ കനാന്യർ കുടിയേറി പാർത്തു. കനാന്യർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിഗ്രഹാരാധനയുടെ സ്ഥിരാകേന്ദ്രമാണ് ഈ കനാന്യർ. ഇമ്മോറാലിറ്റിയുടെ സ്പിരിറ്റാണ് കനാന്യർ. ഞാൻ അതിൽ പോകുന്നില്ല. പക്ഷെ യാക്കോബ് അവിടെ വാങ്ങിയ ശേഷം യാഗപീഠം പണിതു, ദൈവമഹത്വം ഇറങ്ങി. പക്ഷെ യാക്കോബ് അവിടെ പാർത്തില്ല. യാക്കോബിന് ഹെബ്രോനിലേക്ക് മാറുകയാണ്. ഹെബ്രോനിലേക്ക് മാറി താമസിക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൻ വെട്ടിപ്പിടിച്ച സ്ഥലത്തെ, വല്യപ്പനോട് ദൈവം അവകാശം പറഞ്ഞ സ്ഥലത്തെ മകൻ പിടിച്ചില്ല. കൊച്ചുമകനാണ് യാക്കോബ് വില കൊടുത്തത് തിരിച്ചു വാങ്ങിയെങ്കിലും ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ സ്ഥലത്തിന് വില കൊടുത്തപ്പോൾ യാക്കോബ് അവിടെ തന്നെ പാർക്കണമായിരുന്നു. പക്ഷെ യാക്കോബ് അവിടെ പാർത്തില്ല. യാക്കോബ് ഹെബ്രോനിലേക്ക് പോയി. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ആ ശക്തികളെ കീഴടക്കിയെങ്കിലും അത് നിലനിർത്താൻ യാക്കോബിന് വിജയത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യാക്കോബിന് 13 മക്കളിൽ ഒരു പെൺമക്കളാണ് ദീന. ദീനയെ തകർത്തത് എവിടെ ഇട്ടാന്നറിയാമോ? ശേഖേമിലിട്ടാണ്. യാക്കോബിന് 2 മക്കൾ കൊലപാതകന്മാരായ സ്ഥലം എവിടെയാണെന്നറിയാമോ? അതും ശേഖേമാണ്. ഒറ്റ കാര്യത്തിൽ പറഞ്ഞാൽ, വാഗ്ദത്തം ലഭിച്ച സ്ഥലത്തോട് എന്നും എപ്പോഴും ഒരു പോരാട്ടമുള്ള കാര്യം ദൈവമക്കൾ മറക്കരുത്. പക്ഷേ അതിനെ അതിജീവിച്ച് കയറത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. അവ ലഭിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിനക്കും നിന്റെ തലമുറയോടും ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ടോ? വാഗ്ദത്തങ്ങളുടെ മണ്ണുണ്ടോ? വാഗ്ദത്ത ദേശമുണ്ടോ? പക്ഷെ അതിനെതിരെ മല്ല് പിടിക്കുന്ന ചിലതിനെ
അഭിഷേകത്തിന്റെ നിറവിൽ, ആരാധനയുടെ യാഗത്തിൽ അതിനെ കീഴടക്കാൻ വരം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ശക്തിയോടെ സ്തുതിക്കുന്നെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കുമെതിരെ ഒന്നും ജയിച്ചു കയറാൻ എന്റെ ദൈവം സമ്മതിക്കുന്നവൻ അല്ലാകയാൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നവർ ഒന്ന് ശക്തിയോടെ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് ശക്തിയോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നമ്മൾക്ക് ആ ദൂതിന്റെ ആപ്തതലങ്ങളിലേക്ക് വേഗത്തിൽ ഓടിയെത്താൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അങ്ങനെ ശേഖേം യാക്കോബ് പിടിച്ചനന്തരമായിട്ട് ശേഖേമിൽ അവിടെ വിജയം നിർത്താൻ കഴിഞ്ഞില്ല. ഹെബ്രോനിൽ പാർത്തു. ആ സമയത്ത് 13 മക്കളുണ്ട്. ആ 13 മക്കളിൽ 10 പേരെ യാക്കോബ് ആടിനെ തീറ്റേണ്ടതിന് അവനെ പറഞ്ഞയച്ചു. ആടുമാടുകളുമായിട്ട് അവർ ആടിനെ തീറ്റി അവസാനം വന്നെത്തിയത് ശേഖേമിലാണ്. 37-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അറിയാം. ഉൽപ്പത്തി 37-ാം അധ്യായം വായിച്ചറിയാം. അവരാടിനെ തീറ്റി ശേഖേമിലെത്തി. ആര്? യാക്കോബിന്റെ 10 മക്കൾ ശേഖേമിൽ ആടിനെ തീറ്റി വരികയാണ്. അതേ സമയത്ത് ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ 13 മക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒരുവനാകുന്ന യോസേഫ് എഴുന്നേറ്റ് പറഞ്ഞു, അപ്പാ, ഞാൻ കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നം കണ്ടു. 2 സ്വപ്നങ്ങളാണ്. ഒന്ന്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വീണ് നമസ്കരിക്കുന്നു. രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, 11 കറ്റയും യോസേഫിന്റെ കറ്റയുടെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നു. ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന അപ്പനാകുന്ന യാക്കോബാണ്. അനന്തരം നമുക്കറിയാം, അന്നു മുതൽ സഹോദരന്മാർക്ക് യോസേഫിനോട് വല്ലാത്ത ഒരു അസൂയ മനോഭാവം തോന്നി. വല്ലവിധേനം അവനെ തകർക്കണം. ആ നിലയിൽ കാത്തിരിക്കുന്ന സമയത്താണ് അവർ ആടിനെ തീറ്റി ശേഖേമിൽ വന്നു. ദർശനം ലഭിച്ച സ്വപ്നം കിട്ടിയ യോസേഫോ അപ്പന്റെ പരിചരണവും പരിപാലനവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അപ്പനോടൊപ്പം ഹെബ്രോനിൽ പാർക്കുകയാണ്. ഈ സമയത്ത് എന്നും സഹോദരന്മാർ ആടിനെ തീറ്റി എല്ലാ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒരു രാത്രി കഴിഞ്ഞ് പ്രഭാതം ഉയരുമ്പോൾ ദാസന്മാരെ അപ്പന്റെ അടുക്കൽ പറഞ്ഞു വിടും. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ രാത്രി ഞങ്ങൾ ആടിനെ തീറ്റി, വല്ല ഹിംസർ ജന്തുക്കളോ അതുപോലെ തന്നെ ഒരു മൃഗങ്ങളോ വന്ന് ഞങ്ങളെയോ നമ്മുടെ ആടുമാടുകളെ കൊന്നില്ല എന്ന് ശുഭവാർത്ത പറയും. പക്ഷെ ഇന്ന് കുറച്ച് ദിവസമായിട്ട് അപ്പന്റെ അടുക്കൽ ഇവർ ദാസന്മാരെ വിട്ടില്ല. ഇവരുടെ ലക്ഷ്യം എന്താ അറിയാമോ? അങ്ങനെ വരുമ്പോൾ യോസേപ്പിനെ അവിടുന്ന് പറഞ്ഞു വിടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അവരുടെ പദ്ധതി ശരിയായി. കുറച്ച് ദിവസം മക്കളെ കുറിച്ച് അറിവില്ലാതെ വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ, നിങ്ങളൊരു കാര്യം ചെയ്യും, സഹോദരന്മാർക്ക് വേണ്ടിയുള്ള അപ്പവും റൊട്ടി കഷ്ണങ്ങളും ഉണക്കമുന്തിരിയും എല്ലാം ആഹാര പദാർത്ഥങ്ങളുമായിട്ട് സഹോദരന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടു. ചരിത്രം പറയുന്ന ഒരു കൊട്ടയ്ക്കകത്ത് ആഹാരം ശേഖരിച്ചുകൊണ്ട് സഹോദരന്മാരെ ലക്ഷ്യമാക്കി ശേഖേമിലേക്ക് യോസേപ്പ് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യോസേപ്പ് ശേഖേമിലേക്ക് യാത്ര തിരിച്ചപ്പോൾ, അപ്പന്റെ അടുക്കൽ തിരിച്ചപ്പോൾ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുകയാണ്. അതുവരെ ശേഖേമിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന സഹോദരന്മാർ ദൈവാത്മ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആടിനെ തീറ്റിയത് മതി. അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ശേഖേമിന്റെ പ്രത്യേകം പഠിച്ചാൽ യോർദാന്റെ കരയിൽ നിന്നും 19 മൈൽ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ശേഖേം. ശേഖേമിന്റെ പ്രത്യേകത ധാരാളം പച്ചപ്പുള്ള സ്ഥലം, മണ്ണിളക്കമുള്ള സ്ഥലം, ധാരാളം വെള്ളമുള്ള സ്ഥലമാണ്. ആടിനെ തീറ്റാൻ ഇതുപോലെ പറ്റിയ സ്ഥലം വേറെയില്ല. അവിടെയാണ് ലോത്ത് വീണുപോയത്. അവിടെയാണ് 2.5 ഗോത്രം, രൂബേനും ഗാദും മനേശയുടെ പാതി ഗോത്രങ്ങളും വീണുപോയത് അവിടെയാണ്. നല്ല ഫലപുഷ്ടമുള്ള സ്ഥലം. പക്ഷെ ദൈവം പറയാം, നിങ്ങൾ ഇനി അവിടെ ആടിനെ തീറ്റിയത് മതി, നിങ്ങൾ ഇവിടുന്ന് ദോദാനിലേക്ക് പോകാൻ പറഞ്ഞു. ഈ ദോദാന്റെ പ്രത്യേകത മറ്റൊരു ട്രാൻസ്ലേഷൻ കിടക്കുന്ന വിൽഡർനെസ് ആണ് എന്ന് പറഞ്ഞാൽ മരുഭൂമിക്ക് സമാനമാണ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം സന്ദർഭമാണ്. ഈ ശേഖേം എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലമാണ്. ഒരു ചെറിയ കുഴി കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന സ്ഥലം. അതുകൊണ്ട് ധാരാളം കിണറുകൾ കുത്തി, അവരെല്ലാം വെള്ളമുണ്ട്. അവിടെ യാക്കോബിന്റെ കിണർ അവിടെയുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു ചെറിയ കിണർ കുത്തിയാൽ പോലും വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളമുള്ള സ്ഥലമാണ് ശേഖേം. ദൈവം ശത്രുവിന്റെ പദ്ധതികൾ മുൻപേ തിരിച്ചറിയുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഇവർക്കറിയാം, യോസേപ്പ് വന്നാൽ ഇവനെ കിണറ്റിൽ തള്ളിയിടും. കിണറ്റിൽ തള്ളിയിട്ടാൽ ശേഖേമിലെ കിണറ്റിൽ വീണാൽ അപകടമെന്നറിയാമോ? ശേഖേമിലെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് എൻ്റെ ദാസൻ, എൻ്റെ കുഞ്ഞ് കിണറ്റിൽ വീണാൽ വെള്ളം കുടിച്ച് ചാകാൻ, മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് ദൈവം പറയാണ്, നിങ്ങൾ ദോദാനിലേക്ക് പോകുക. രണ്ടാമത്തെ ശേഖേമിന്റെ പ്രത്യേകത ഉൾപ്രദേശത്തേക്ക് വലിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. മനുഷ്യപ്പാർപ്പില്ലാത്ത സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് കിണറ്റിൽ വീണാൽ പോലും ഒന്ന് കരഞ്ഞാൽ രക്ഷിപ്പാൻ ഒരാളില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം ദോദാനിലേക്ക് പോകാൻ പറഞ്ഞു. ദോദാന്റെ 2 ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അവിടെ ധാരാളം കിണറുകൾ കുത്തിയിട്ടും
മരുഭൂമിക്ക് സമാനമായ സ്ഥലമായതുകൊണ്ട് വെള്ളമില്ലാത്ത സ്ഥലമാണ്, ഒരുപാട് പൊട്ടക്കിണറുകൾ. ദൈവത്തിനറിയാം ഇവർ കിണറ്റിലിട്ടാലും എൻ്റെ കുഞ്ഞ് വെള്ളം കുടിച്ച് ചാവില്ലെന്ന് ദൈവം തിരിച്ചറിഞ്ഞു. രണ്ടാമത്തത്, യെരുശലേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലൂടെ സുഗന്ധദ്രവ്യം വിൽക്കാൻ പോകുന്നവർ രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് ദോദാനിലുള്ളത്. അപ്പൊ അഥവാ ഇവർ പൊട്ടക്കിണറ്റിലിട്ടാലും കരഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ വിടുവിപ്പാൻ ആളുകൾ ഉണ്ടാകും. രണ്ട് പശ്ചാത്തലങ്ങൾ ദൈവം തിരിച്ചറിയുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ പറയാം, ദൈവത്താൽ നാം എന്തെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ പരീക്ഷയോടുകൂടി തന്നെ നീക്കുപോക്കൊരുക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപിക്കുന്നുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, മനസ്സോടല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നെങ്കിൽ. ഇന്ന് രാത്രി ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, സമാനതകളില്ലാത്ത പോരാട്ടമാകാം, സമാനതകളില്ലാത്ത വെല്ലുവിളിയാകാം നമുക്കെതിരെ ഇന്ന് രാത്രി ഉയരുന്നെങ്കിൽ, ആത്മാവ് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവം അറിയാതെ നിനക്കൊന്നും സംഭവിക്കുന്നില്ല. മറുഭാഗത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ചില വഴികൾ ദൈവം എനിക്കും നിനക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വഴികൾ നിന്റെ ബുദ്ധിക്കോ നിന്റെ അറിവിനോ നിന്റെ പ്രാപ്തിക്കോ ഒരുപക്ഷെ ഗ്രഹിക്കാൻ കഴിയണമെന്നില്ല. നിന്റെ മസ്തിഷ്ക ചിന്തകൾക്ക് അത് അഗോചരമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പരീക്ഷയോടുകൂടി തന്നെ നിനക്ക് പുറത്തു വരാൻ ഒരു പോക്കുവഴി ഒരുക്കുന്ന കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പൊ ശത്രു ഒരുക്കിയ കെണിയിൽ നിന്നും തന്റെ ഭക്തനെ ദൈവം വിടുവിക്കുകയാണ്. ഞാൻ ആ പ്രധാന പോയിന്റിലേക്ക് വരാൻ വേഗത്തിൽ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ യോസേപ്പ് ആടിനെ തീറ്റുന്നവരെ സഹോദരന്മാരെ അന്വേഷിച്ച് ശേഖേമിൽ വരികയാണ്. ശേഖേമിൽ വരുമ്പോൾ ആരും അവിടെ ഇല്ല. കുറച്ച് അലഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളെ കണ്ടു. അവരോട് ചോദിച്ചു പറഞ്ഞു, അവർ ആടിനെ തീറ്റിയവർ ദോദാനിലേക്ക് പോയി. ഒറ്റക്കാര്യം ഞാൻ പറയുന്നു, ഇതുവരെ അപ്പക്കൊട്ട ചുമന്ന് പരിചയമില്ലാത്ത യോസേപ്പ് ആർക്കു വേണ്ടിയാണ് ഇത് ചുമക്കുന്നത്? ആർക്കു വേണ്ടിയാണ് യോസേപ്പ് ഈ ഭാരം വഹിക്കുന്നത്? തനിക്ക് വേണ്ടിയല്ല, തൻ്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ ഹെബ്രോനിൽ നിന്നും ശേഖേം വരെയും ശേഖേമിൽ നിന്നും ദോദാൻ വരെ 70 മൈലാണ്. 70 മൈൽ എന്ന് പറഞ്ഞാൽ 105 കിലോമീറ്റർ ഇന്നത്തെ വരും. ഇത്രയും ദൂരം അപ്പക്കോട്ടയും ചുമന്ന് ഭാരം ചുമന്നതും അലഞ്ഞതും നടന്നതും യോസേപ്പിന് വേണ്ടി അല്ലായിരുന്നു, തൻ്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടിയാണ്. ആർക്കു വേണ്ടി താൻ അലഞ്ഞോ? ആർക്കു വേണ്ടി താൻ കഷ്ടപ്പെട്ടോ? ആ പ്രയാസം ആരും തിരിച്ചറിയുന്നില്ല സഹോദരന്മാർ. അവിടുന്ന് അവർ ദോദാനിലേക്ക് വരികയാണ്. അങ്ങനെ നടന്ന് അലഞ്ഞ് യോസേപ്പ് 105 കിലോമീറ്റർ നടന്ന് ദോദാനിലെത്തുമ്പോൾ ദൂരേന്ന് യോസേപ്പിന്റെ കാതിൽ ശബ്ദം കേൾക്കാം. എന്താണെന്നറിയാമോ സഹോദരന്മാർ? ആടിനെ തീറ്റുന്ന ശബ്ദം, ആടിന്റെ കരച്ചിലുകൾ, സഹോദരന്മാരുടെ സംഭാഷണങ്ങൾ ദൂരേന്ന് കേൾക്കാം. 105 കിലോമീറ്റർ അലഞ്ഞ് നടന്നത് തനിക്ക് വേണ്ടിയല്ല. ആർക്കു വേണ്ടി അലഞ്ഞോ? അവർ ദൂരേന്ന് കാണുമ്പോൾ, യോസേപ്പേ, നീ ശേഖേമിൽ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ, നീ ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞല്ലോ എന്നൊരു സത്വവർദ്ധമാനം കേൾക്കുമെന്ന് ആഗ്രഹത്തോടെ ആവേശത്തോടെ നടന്നെടുക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ച പോലുള്ള ശബ്ദമല്ല അവരിൽ നിന്ന് കേട്ടത്. ആർക്കു വേണ്ടി അലഞ്ഞോ? ആർക്കു വേണ്ടി ബന്ധപ്പെട്ടോ? ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടോ? ആ കഷ്ടപ്പെട്ടവർ അവർ വിളിച്ചു പറയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഇതാ സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്നു നമുക്ക് കിണറ്റിലിടാം. ആർക്കു വേണ്ടി അലഞ്ഞോ? അവർ അവനെ മനസ്സിലാക്കാതെ അവർ അവനെതിരെ ആയുധമെടുക്കുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. നമ്മൾ ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടോ? നമ്മൾ ആർക്കു വേണ്ടി അലഞ്ഞോ? നമ്മെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ആരും ഉണ്ടായെന്ന് വരികയില്ല. എന്നാൽ വിളിച്ചവനും വാഗ്ദത്തം ചെയ്തവനും നമ്മെ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ നമ്മെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അലഞ്ഞവർ തിരിച്ചറിഞ്ഞില്ലാകാം. നിന്റെ ബന്ധപ്പാട് മനസ്സിലാക്കേണ്ടവർ, നിന്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയേണ്ടവർ ഒരുപക്ഷെ അറിയേണ്ടതുപോലെ ഒരുപക്ഷെ അറിഞ്ഞില്ലെന്ന് വരാം. 105 കിലോമീറ്റർ ഇതുവരെ നടന്നതും അലഞ്ഞതും ശേഖേമിലെ ഹിംസറ ജന്തുക്കളുടെയും അന്യാരാധന ശക്തികളുള്ള സ്ഥലത്തൂടെ ജീവൻ പണയം വെച്ച് യോസേപ്പ് അലഞ്ഞത് യോസേപ്പിന് വേണ്ടിയല്ല, തൻ്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സന്ദർഭമായ കാര്യമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ചില വ്യക്തികളോട് ആത്മാവിനെ വ്യക്തമായി പറയുകയാണ്, ഇന്ന് രാത്രി നിന്നെ അറിയേണ്ടവർ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു
ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നമ്മെ നന്നായി അറിയുന്നവൻ, ഒരു പെറ്റമ്മയേക്കാൾ നന്നായി അറിയുന്നവൻ, നമ്മുടെ വലതുകരം പിടിച്ചിരിക്കുന്നവൻ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപിക്കുന്നുണ്ട്. ഉറ്റവരും പെറ്റവരും ഒക്കെ കാലത്തിന്റെ കടന്നുപോക്കിൽ നമ്മെ വിട്ട് മാറിപ്പോകാം. ഒരുപക്ഷെ നിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാകാം. ഒരുപക്ഷെ 10 or 20 വർഷങ്ങൾ നീ അവർക്ക് വേണ്ടി വ്യക്തപ്പെട്ടതാകാം, അവർക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ടതാകാം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപക്ഷെ നിന്നെ വിട്ട് പല ബന്ധങ്ങളും അകന്നുപോയെന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി ആത്മ പറയുന്നു, നിന്നെ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി വ്യക്തമെന്നോട് സംസാരിക്കുന്നു. കുഞ്ഞെ, ആദരിക്കേണ്ടവർ നിന്നെ ആദരിച്ചില്ലെങ്കിലും, മാനിക്കേണ്ടവർ നിന്നെ മാനിച്ചില്ലെങ്കിലും, ഉയർത്തേണ്ട കരം നിന്നെ ചവിട്ടി താക്കാൻ നോക്കിയാലും, ഇന്ന് രാത്രി കരുതുന്ന ഒരു കരത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് അധരം തുറന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ അറിയേണ്ടവർ നമ്മെ അറിഞ്ഞില്ലെന്ന് വരാം, നമ്മെ മനസ്സിലാക്കേണ്ടവർ ഒരുപക്ഷെ നമ്മെ മനസ്സിലാക്കിയില്ലെന്ന് വരാം. പക്ഷെ അറിയുന്നവനും നമ്മെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വേഗത്തിൽ വിടുകയാണ്. പ്രധാന ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ ഓടിയെത്തപ്പെടുകയാണ്. യാക്കോബ് അങ്ങനെ, യോസേപ്പ് അങ്ങനെ അവിടെ നിന്നും നമുക്കറിയാം, യോസേപ്പ് അലഞ്ഞ സ്ഥലമാണ് ശേഖേം. രക്തബന്ധങ്ങൾക്ക് വേണ്ടി അലഞ്ഞ സ്ഥലമാണ് ശേഖേം. ആർക്കു വേണ്ടി അലഞ്ഞോ അവർ തന്നെ മനസ്സിലാക്കുന്നില്ല, അവർ തന്നെ ഗ്രഹിക്കുന്നില്ല. ആ ഭാഗം നമ്മൾ അവിടെ അവസാനിപ്പിക്കാം. യോസേപ്പ്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നമുക്കറിയാം 215 വർഷം അടിമയായി. അതിനുശേഷമായിട്ട് അവർ അവിടെ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ യോസേപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ഒരു കാലം വരും. അന്ന് നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തെ കടന്നു പോകുന്ന സമയം വരും. അന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥിയുടെ എടുത്തുകൊള്ളണമേ. സഹോദരന്മാരോട് പറയാണ്. കാരണം രക്തബന്ധങ്ങൾ, സ്വന്തം സഹോദരന്മാർ, അവർ അവനെ എപ്പോഴും ഒറ്റപ്പെടുത്തിയ അനുഭവമേ ഉള്ളൂ. അവർ അവനെ മനസ്സിലാക്കാതെ എല്ലായിടത്തും അവനെ തള്ളിക്കളഞ്ഞ അനുഭവമേ ഉള്ളൂ. അതുകൊണ്ട് ചുറ്റും കൂടിയ മക്കളോട് പറയാം, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥി ഇവിടെ ഇട്ടിട്ട് പോകല്ല്. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ദൈവം നമ്മെ സന്ദർശിച്ച് സ്വദേശത്തെ കൊണ്ടുപോകുന്ന ഒരു സമയം വരും. അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥിയുടെ എടുത്തുകൊള്ളണമേ എന്ന് യോസേപ്പ് അവരോട് പറയുകയാണ്. അങ്ങനെ അവരെ യാത്ര പുറപ്പെടും അസ്ഥി എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവർ വാഗ്ദത്ത ദേശത്ത് ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. യോശുവയുടെ നേതൃത്വത്തിൽ സ്ഥലം ഇങ്ങനെ അളന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ മനേശ ഗോത്രത്തിൽ വിഭാഗിച്ച് കിട്ടിയ ഒരു സ്ഥലമാണ് ശേഖേം. ഈ ശേഖേമിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പാപങ്ങളെ 2 തരത്തിൽ തരംതിരിക്കാം. ഒന്ന് മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ, 2 അബദ്ധവശാൽ വരുന്ന പാപങ്ങൾ. ഒരുവൻ കോടാലി കൊണ്ട് മഴു കൊണ്ട് വിറക് കുത്തിക്കീറുമ്പോൾ മഴു തെറിച്ചുപോയി അടുത്ത് നിൽക്കുന്ന ഒരുവന്റെ മേൽ വീണ് മാരകമായി മുറിവേറ്റാൽ അവൻ മരിച്ചാൽ അത് അബദ്ധവശാലുള്ള പാപമാണ്. അങ്ങനെ വരുന്നവർ കോടി വരാനായിട്ട് 7 സങ്കേത നഗരങ്ങൾ പണിതു. 7 സങ്കേത നഗരങ്ങൾ പണിയുന്ന കൂട്ടത്തിൽ സ്ഥലം വിഭാഗിക്കുന്ന സ്ഥലത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയാണ്, ശേഖേം എന്ന് പറയുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അതെന്താ കാര്യം എന്നറിയാമോ? നീതി നിഷേധിക്കപ്പെട്ടവനെ അടക്കിയ സ്ഥലമാണ് ശേഖേം എന്ന് പറയുന്ന സ്ഥലം. യോസേപ്പിന്റെ അസ്ഥി കൊണ്ട് അടക്കിയ സ്ഥലം ശേഖേമാണ്. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അലഞ്ഞു നടന്നുവോ ആ സ്ഥലം തന്നെ യോസേപ്പിന് ഉറങ്ങാൻ ദൈവം അസ്ഥി കുടിച്ചിടാൻ അവസരം കൊടുത്തു. 2, അതേ സ്ഥലം തന്നെ നീതി നിഷേധിക്കപ്പെട്ടവർ കോടിക്കേറി വരാൻ ദൈവം ഒരു സങ്കേത നഗരം ശേഖേമിൽ പണിയാണ്. ഇന്ന് രാത്രി നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ നിന്നെ ഒറ്റപ്പെടുത്തിയോ, എവിടെ നിന്നെ പരിഗണിക്കാതെ വിട്ടോ, അവിടെ നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കുകയാണ്. നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവം. എവിടെ നിഷേധിക്കപ്പെട്ടോ അവിടെ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നു. എവിടെ നിന്നെ തള്ളപ്പെട്ടോ, എവിടെ നീ അലഞ്ഞു നടന്നോ, അവിടെ നിന്നെ യോസേപ്പിനെ അവിടെ അടക്കാൻ മണ്ണ് കൊടുത്തെങ്കിൽ അവിടെ നമുക്ക് മണ്ണ് തരുന്ന ദൈവത്തിന്റെ കൃപ, നമ്മെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ വ്യക്തമായി ചിലരുടെ ദൈവം പറയുകയാണ്. ഇന്ന് രാത്രി നീ എവിടെ നിഷേധിക്കപ്പെട്ടോ, എവിടെ നീ അലഞ്ഞു നടന്നുവോ അവിടെ നിന്നെ ആദരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമായിട്ട് നമ്മളോട് ഇന്ന് രാത്രി ഇടപെടുകയാണ്. നമ്മെ അലയുന്നിടത്ത് ഉറപ്പിക്കുന്ന ദൈവം, നമ്മെ നിന്ദിക്കുന്നിടത്ത് മാനിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ശേഖേം സങ്കേത നഗരമാണെന്ന് പറയാ, ശേഖേം പണിയണം. അതെന്താ കാര്യം? നീതി നിഷേധിക്കപ്പെട്ടവനെ അടക്കിയ സ്ഥലമാണ് ശേഖേം. അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നവന് ഓടിക്കേറി വരാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം ശേഖേം. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയാം, നിന്നെ തള്ളപ്പെട്ടെടുത്ത്
ആദരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ട്. നമ്മെ ആക്കാത്തവരുടെ നടുവിൽ നമ്മുടെ തലയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ദൈവം ചിലടത്ത് നിന്നെ ഉറപ്പിച്ചാൽ, ദൈവം ചിലടത്ത് നിന്നെ നട്ടാൽ, നിനക്കെതിരെ ഉയരുന്ന ഏത് പൈശാചിക മണ്ഡലത്തിന്റെ അടിത്തറകളും ഇളക്കിക്കളഞ്ഞുകൊണ്ട് നിന്നെ ഉറപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ നില ഉറപ്പിച്ചാൽ ശത്രുവിന്റെ നില തെറ്റിത്തുടങ്ങുമെങ്കിൽ, നിന്നെ നിന്ദിക്കപ്പെട്ടെടുത്ത് ദൈവം നിന്നെ നില ഉറപ്പിച്ചാൽ അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും ഇന്ന് രാത്രി കഴിയത്തില്ലെന്ന് ആത്മവധി ഗൗരവമായിട്ട് ഇന്ന് രാത്രി വ്യക്തമായിട്ട് ഇടപെടുകയാണ്. മൊറോനിയ ശബ്ദകമാനക. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? യോസേപ്പ് എവിടെ നിന്ദിക്കപ്പെട്ടോ, യോസേപ്പ് എവിടെ അലഞ്ഞു നടന്നു, അവിടെ തന്നെ ദൈവം യോസേപ്പിനെ ആദരിച്ചു. അത് ശേഖേമായിരുന്ന സ്ഥലമാണ്. 4 തലമുറകൾ പുറകിലായി അബ്രഹാമിനോട് പറഞ്ഞ മണ്ണുണ്ടല്ലോ, അത് നിന്റെ സന്തതിക്ക് തരാമെന്നുള്ള സ്ഥലം, ആ സ്ഥലത്ത് ഉറങ്ങാനുള്ള അവസരം ദൈവം യോസേപ്പിന് ദൈവം പകർന്നു കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ യാക്കോബ് അവിടെ യാഗപീഠം പണിതെങ്കിൽ, ആ തലമുറയിൽ നീതിയോടെ നിന്ന യോസേപ്പിന് ആ മണ്ണിന് ദൈവം അവകാശമായി കൊടുത്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അപ്പൻ 100 വെള്ളിക്കാശിന് വില കൊടുത്തു വാങ്ങിയ സ്ഥലം 12 മക്കൾക്ക് ആ മണ്ണിൽ കാലുകുത്തി ജീവിക്കാൻ അർഹത കിട്ടിയില്ല. പക്ഷെ യോസേപ്പിനെ അവിടെ ദൈവം ഉറപ്പിക്കുന്നു. അതിന്റെ അർത്ഥം, പിതാക്കന്മാരോടൊപ്പം ദൈവ ഉപദേശത്തിൽ നിലനിന്ന യോസേപ്പിനെ ആദരിച്ചെങ്കിൽ, വചനത്തിന് വേണ്ടി നില ഉറപ്പിക്കുന്നവർക്കായി, ഉപദേശത്തിന് വേണ്ടി നില ഉറപ്പിക്കുന്നവർക്കായി, ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ കാതുകൊടുക്കുന്നവർക്കായി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. നിന്നെ എത്രത്തോളം അടിപതറിച്ചു കളയാൻ പിശാച് അധികാരമില്ലാത്ത ആയുധമെടുത്താലും, നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു അതിര് വെച്ച് അതിനപ്പുറം പോകല്ലെന്ന് പറഞ്ഞ് വിലക്കിട്ട ചിലതിനെ എബേസിന്റെ ദൈവം അതിരുകളെ വിശാലമാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, ചിലതിന് ഞാൻ അതിര് കൽപ്പിക്കാൻ പോകുകയാണ്, ചിലതിന്മേൽ അതിരുകൾ വിശാലമാക്കാൻ പോകുകയാണ്. 2026, 25 നിന്നെ ഒതുക്കി കെട്ടിയ ചിലതിൽ നിന്നും ഇന്ന് രാത്രിയെ കെട്ടുപൊട്ടിച്ച് നിനക്കും നിന്റെ തലമുറയോടും പറഞ്ഞ ചില വാക്തത്വങ്ങളെ ദൈവം ഉറപ്പിക്കുന്ന മണിക്കൂറുകളാണ് മുമ്പിലുള്ള ദിനമെന്ന് പരിശുദ്ധമായ കൃത്യതയോടെ ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. ഉടബല ഹംദ കൗഡമേഷിയ റസുറ്റുവിൽ അടകമന ദുവൽ കടകാസിബി റത്തുനോ ജരാധനവ ശബ്ദകമാനക. ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രി അധരം തുറക്കുന്ന ദൈവമക്കൾ ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉടബല ഹദ്ദരെ ഉടകമന ഋഷ്യത്ത് ക്രൗഡിബി ജനാസന റെപ്തോറിയൽ കമ്പീർദഗസിയ. എവിടെ നിന്നെ 2025 പരാജയപ്പെടുത്തിയോ, 2025 നീ എവിടെ അലഞ്ഞു നടന്നുവോ, 2025 നിന്നെ എവിടെ ഉറപ്പിക്കലെന്ന് പറഞ്ഞു, അവിടെ 26 ദൈവം നിന്നെ ഉറപ്പിക്കുന്ന മണിക്കൂറുകളാണെന്ന് പരിശുദ്ധ വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ മേൽ ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപിക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ ഇന്ന് രാത്രി ഒന്ന് അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ചില വാക്തത്വം നിന്റെ മേൽ, ശിരസിന്മേൽ ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു കൊയ്ത്തനന്തരമായി കൊയ്ത കറ്റകൾ ചുമന്നുകൊണ്ടു പോകുമ്പോൾ ഉതിർന്നു വീഴുന്ന ഗോതമ്പ് മണികളെ ഒരു ക്ഷമാർപ്പണത്തോടിരുന്ന് അതിന്റെ ഉടമസ്ഥൻ പെറുക്കി നഷ്ടപ്പെട്ടതിന് പാത്രത്തിൽ ശേഖരിക്കുന്നത് പോലെ 2025 നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഉടമസ്ഥൻ പെറുക്കി പാത്രത്തിൽ ശേഖരിക്കുന്ന പോലെ ചില വാഗ്ദത്തങ്ങൾ അക്കമിട്ട് നിന്റെ മുമ്പിൽ നിരത്തി നിനക്കും നിന്റെ തലമുറയുടെ മേലും വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ചില ഇടപെടൽ ഇന്ന് രാത്രി വ്യക്തമായി ചില വ്യക്തികളോട് ഇടപെടുകയാണ്. നിന്റെ ശരീരത്തെ ഒതുക്കുന്ന, നിന്റെ ശരീരത്തെ രോഗിയാക്കി മാറ്റുന്ന, രോഗമല്ലാത്ത നിന്നെ രോഗിയിട്ട് വാഗ്ദത്ത നിവൃത്തീകരണം പ്രാപിപ്പാൻ കഴിയത്തില്ലെന്നുള്ള വെല്ലുവിളി ഉയർത്തി നിനക്കും ശരീരത്തിനും നിന്റെ ആരോഗ്യത്തിനുമെതിരെ മല്ല് പിടിക്കുന്ന ചിലതൊക്കെ ഈ വചനത്തിനു മുമ്പിൽ കെട്ടഴിയുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ചില രോഗത്തിന്റെ പുറകിൽ മറയുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിനൊരു വിടുതലായെന്നറിയുമ്പോൾ, നിന്റെ പ്രാർത്ഥന ഒരു സമൂഹത്തിനൊരു വിടുതലാണെന്നറിയുമ്പോൾ, നിന്റെ പ്രാർത്ഥന പിടിച്ചൊതുക്കാൻ നിന്റെ ആരോഗ്യത്തിനെതിരെ മല്ല് പിടിക്കുന്ന ചിലത് ഈ ദൂതിന്റെ മുമ്പിൽ കെട്ടഴിഞ്ഞു തുടങ്ങുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓ വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. റൂഡബൽ ഹംദൽ കബുഡിമി ടെറനേഷിയാംദൽ ഓ റിയാലവ
ശേഖേം നിനക്കും നിന്റെ സന്തതിക്കും ദൈവം അവകാശമായി തന്നതാണെങ്കിൽ അതിനെ മല്ല് പിടിക്കുന്ന ഏത് കനാന്യന്റെ പോരുകളെയും ഉടച്ചു കളയുന്ന ഒരു ദൈവശക്തി അവിടെ വ്യാപിക്കുകയാണ്. യാക്കോബ് ശേഖേമിൽ ഒരു കരിവേലകത്തിന്റെ ചുവട്ടിൽ അവയെല്ലാം വാരിയെടുത്ത് കുഴിച്ചിട്ട് അതിനെ മൂടിക്കളഞ്ഞു. ഇനിയും തലപൊക്കി വരാൻ കഴിയാത്ത വിധത്തിൽ ശേഖേമിലെ കരിവേലകത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടതുപോലെ വാഗ്ദത്തത്തിന്റെ മണ്ണിനെതിരെ മല്ല് പിടിക്കുന്ന ചിലതിനെ ഇനി ഒരിക്കലും തലപൊക്കി കയറി വരാൻ കഴിയാത്ത വിധത്തിൽ കുഴിച്ചു മൂടുന്ന രാത്രിയാണെന്ന് ആത്മാവിന്റെ രാത്രി വ്യക്തം നിന്നോട് ഇടപെടുകയാണ്. ഓ ഓ രക്തത്താൽ യേശുവിന്റെ നാമത്തിൽ വളരെ വ്യക്തമായി ചിലർ ദൈവം ഇടപെടുകയാണ്. ഓറിയ ശബ്ദകമാനക പ്രാപിച്ചെടുക്കാൻ കഴിയാതെ നിർണായക ടൈം വരുമ്പോൾ, പ്രധാനപ്പെട്ട സമയം വരുമ്പോൾ, നിനക്ക് അർഹിക്കപ്പെട്ട മിനിറ്റുകൾ വരുമ്പോൾ, അത് നീ നേടിയെടുത്തു എന്ന് തോന്നുമ്പോൾ, നീ അതിനെ കവർ ചെയ്ത് കയറി പോകുമെന്ന് തോന്നുമ്പോൾ, കൊയ്ത്ത് അടുക്കുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് പോലെ പെട്ടെന്നൊരു ശക്തി വന്ന് നീ അനുഭവിക്കേണ്ടത്, നിന്റെ തലമുറ അനുഭവിക്കേണ്ടതിനെ തട്ടിമാറ്റി കളയുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടിമാറ്റുന്നതായി. ഓ ശക്കമേറേനസിയാന്തൽക്കമാനക വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത് ശരീരത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശേഖേം നിനക്കും നിന്റെ സന്തതിക്കും ദൈവം അവകാശമായി തന്നതാണെങ്കിൽ അതിനെ മല്ല് പിടിക്കുന്ന ചിലതിനെ പിടിച്ചടക്കണം. യാക്കോബ് അതിനെ മല്ല് പിടിച്ചു. യാക്കോബ് അതിനെ കരിവേലകത്തിനുള്ളിൽ കുഴിച്ചിട്ടു. പക്ഷേ യാക്കോബ് ആ വിജയം നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദീനയെ, തന്റെ മകളെ തകർത്ത സ്ഥലമാണ് ശേഖേം. 2 ആമക്കളെ കൊലപാതകരാക്കിയ സ്ഥലമാണ് ശേഖേം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രഹസ്യമായി വാഗ്ദത്തങ്ങൾക്കെതിരെ മല്ല് പിടിക്കുന്ന ചിലത് പ്രത്യക്ഷമായി രംഗത്ത് വരണമെന്നില്ല. നിന്റെ ദൃഷ്ടികൾക്കും നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾക്കും അത് മറവായിരിക്കും. പക്ഷെ ആത്മാവിന്റെ വെളിപ്പാട് പ്രാപിച്ചവർക്ക് അത് മറവായിരിക്കയില്ല. അവർ അതിനെ വെട്ടിക്കേറിക്കൊണ്ട് അതിനെ ജയം കൈവരിക്കും. നീ അതിനെ ജയം കൈവരിച്ചില്ലെങ്കിൽ അതിന്റെ പിന്നിൽ മറയുന്നത് അപകടകരമായ വെല്ലുവിളിയാണ്. യാക്കോബിന്റെ ജയിച്ചെങ്കിലും യാക്കോബ് നിലനിർത്താൻ കഴിഞ്ഞില്ല വിജയം. അതുകൊണ്ട് 2 മക്കളെ കൊലപാതകന്മാരാക്കി ശേഖേമിലിട്ട്, തന്റെ ദീനയെ തകർത്ത് കളഞ്ഞ ശേഖേമിലിട്ടാണ്. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം. യാക്കോബ് അതിനെ ഒരിക്കലും തലപൊക്കി വരാൻ കഴിയാത്ത വിധത്തിൽ കുഴിച്ചിട്ടെങ്കിലും ആ വിജയം നിലനിർത്തിക്കൊണ്ട് ശേഖേമിൽ പാർക്കാൻ യാക്കോബിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു യാക്കോബ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ മേലെ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ അതിനെ തകർക്കാൻ വ്യാപിക്കുന്നതിലെ പ്രതിസന്ധികളും നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ അഭിഷേകത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കുമെതിരെ മല്ല് പിടിച്ച് വെല്ലുവിളിക്കുന്ന ചിലതിനെ 26ന്റെ തുടക്കത്തിൽ ആത്മ പറയുന്നു, വിജയത്തിന്റെ ചില മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ദൈവം പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അതിനെ ഇന്ന് രാത്രിയിൽ ജയമേറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അതുകൊണ്ട് ശേഖേം നമ്മുടെ വാഗ്ദത്ത മണ്ണാണ്, അത് വാഗ്ദത്ത ദേശമാണ്. യോസേപ്പ് അലഞ്ഞ സ്ഥലമാണ്. അവിടെ യോസേപ്പിന് അന്തി ഉറങ്ങാൻ ദൈവം സ്ഥലം കൊടുത്തു. യോസേപ്പ് അലഞ്ഞ സ്ഥലമാണ് ശേഖേം. നിന്ദിക്കപ്പെട്ട സ്ഥലമാണ്, നീതി നിഷേധിക്കപ്പെട്ട സ്ഥലമാണ് ശേഖേം. അവിടെ യോസേപ്പിന് അവിടെ ഇസ്രായേൽ ജനത്തിന് ഒരു സങ്കേത നഗരമുടെ പണിതു. നീതി നിഷേധിക്കപ്പെട്ടവനെ ദൈവം അവിടെ തലകളെ ഉയർത്തി. നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തത്തക്ക വിധത്തിൽ വിജയപ്രഖ്യാപനം ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം ലഭിക്കാത്ത ആരുമല്ല ഇന്ന് രാത്രി ഈ ദൂത് ശ്രദ്ധിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ മേൽ ചില വാഗ്ദത്തങ്ങളുണ്ടോ? നമ്മുടെ തലമുറകളുടെ മേൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടോ? ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും വാഗ്ദത്തങ്ങളിൽ നിന്ന് പിന്മാറുന്നവനുമല്ല, വാക്കുമാറുന്നവനുമല്ല. പക്ഷെ വാഗ്ദത്തം ഉള്ളവനെതിരെയാണ് പിശാച് പലപ്പോഴും പടവെട്ടുകയും പോരാടുകയും ചെയ്യുന്നത്. അതിന്മേൽ ജയിച്ചു കയറാൻ ദൈവം നമ്മുടെ മേൽ കൃപ തരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ശേഖേം ദൈവം ഈ വാഗ്ദത്തം പറഞ്ഞ സ്ഥലമാണ്. അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ യാക്കോബ് അവിടെ ഒരു യാഗപീഠം പണിതു. പക്ഷെ യാക്കോബ് അബ്രഹാമിന് അവിടെ ജയിച്ചെങ്കിലും ഇസഹാക്കിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ യാക്കോബ് അവിടെ ജയിച്ചു കയറി. പക്ഷെ യാക്കോബ് വിജയം നിലനിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ശേഖേമിൽ തൻ്റെ മകനാകുന്ന യോസേപ്പ് അലഞ്ഞു. യോസേപ്പ് അവിടെ ജയിച്ചു കയറി. യോസേപ്പ് അവിടെ ജയിച്ചു കയറിയത് കൊണ്ട് യോസേപ്പിന് അവിടെ അന്തി ഉറങ്ങാനും ആ ശേഖേം ഒരു സങ്കേത നഗരമാക്കി മാറ്റാനും ദൈവത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ ത്യജിക്കപ്പെട്ടോ, എവിടെ നമ്മൾ ഒറ്റപ്പെട്ടുപോ, അവിടെ നമ്മളെ ആദരിക്കുന്ന ദൈവമുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ഒരുപക്ഷെ അതിൻ്റെ കഷ്ടപ്പാടോ ബധകളോ അതിനു വേണ്ടി അനുഭവിക്കുന്നവരാരും തിരിച്ചറിയണമെന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആരും ഗ്രഹിക്കണമെന്നില്ല.
നമ്മൾ അലഞ്ഞതോ പ്രയാസപ്പെട്ടതോ ആരും ഗ്രഹിക്കണമെന്നോ നമ്മളെ മനസ്സിലാക്കണമെന്നോ ഇല്ല. പക്ഷെ മനസ്സിലാക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടി നിൽപ്പുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രതിഫലം തരുന്ന കർത്താവാണ്. ബൈബിൾ പറഞ്ഞു, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം എന്ന് തിരുവചനത്തിൽ വായിക്കും പോലെ പ്രതിഫലം തന്നു മാനിക്കുന്ന ഒരു ദൈവകൃപയുടെ ഭയങ്കര ശക്തി നമ്മുടെ മേൽ വ്യാപിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വാക്കുകൾ അധികം മുന്നോട്ട് നീക്കുന്നില്ല. ഇന്ന് രാത്രി ചിലരെ നോക്കി പരിശുദ്ധം വളരെ ഗൗരവമായി പറയുന്നു, നീ എവിടെ അലഞ്ഞോ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ സങ്കടപ്പെട്ടോ, നീ എവിടെ പരിഗണിക്കാതെ പോയോ, എവിടെ നിന്റെ നീതി നിഷേധിക്കപ്പെട്ട് നിനക്കെതിരെ കെണിയൊരുക്കി എവിടെ നിന്നെ തകർത്ത് കളഞ്ഞോ, അവിടെ തന്നെ നിന്നെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. നിന്നെ നട്ട സ്ഥലത്ത് തന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അവൻ നിന്നെ നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തൊരു വൃക്ഷം പോലെ ദൈവം നമ്മെ നിർത്തുന്ന ദൈവമാണ്. ആദരിക്കുന്ന ആ ദൈവത്തിന്റെ കരവലയത്തിനകത്തേക്ക് ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ കൃപയ്ക്കകത്തേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലിരിക്കും. ഉഷ്ണക്കാറ്റ് അതിന് മീതെ അടിക്കുമ്പോൾ ആ ഇല വാടിപ്പോകത്തില്ലെന്ന് തിരുവചനത്തിൽ വായിക്കുകയാണ്. ഞാനൊരു പോയിന്റ് പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. നമ്മൾ സക്രിയ പ്രവചനം പഠിക്കുമ്പോൾ, സക്രിയ പ്രവചനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാഗം നമ്മളോട് വായിക്കുന്നുണ്ട്. ഏഫ ചുമന്നുകൊണ്ട് വരുന്ന 2 സ്ത്രീകൾ. അതിൽ നമ്മൾ വായിക്കുന്ന, അതിനകത്തൊരു സ്ത്രീയെ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് ആ 2 സ്ത്രീകൾ ഏഫ ചുമന്നുകൊണ്ട് സീനാർ ദേശത്തേക്ക് പോകുന്നു എന്നൊരു വാക്യമുണ്ട്. അതൊരു പ്രാവചനിക വിഷയമാണ്. ഞാൻ അതിലേക്കല്ല വരുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്ന, അവയ്ക്ക് 2 പെരിഞ്ഞാറയുടെ ചിറകവയ്ക്ക് ലഭിച്ചു എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. സക്രിയ പറഞ്ഞ 5:9 നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കും, ഇങ്ങനെയാണ്. ഒരു ഏഫ എന്ന് പറഞ്ഞാൽ പറ, ചങ്ങഴി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനകത്തൊരു സ്ത്രീയെ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് 2 സ്ത്രീകൾ അതിനെ എടുത്തുകൊണ്ട് സീനാർ ദേശത്തേക്ക് പറന്നു പോവുകയാണ്. ആ പറന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർക്ക് ഈ ഏഫ ചുമക്കാനും ഏഫയ്ക്കകത്തിന്റെ സ്ത്രീയെ എടുത്തുകൊണ്ട് പോകാനും അവർക്ക് 2 ചിറക് ലഭിച്ചു. ആ ചിറക് അത് പെരിഞ്ഞാറുടെ ചിറകാണ്. പെരിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു ദേശാടന പക്ഷിയാണ്. ആ പക്ഷിയുടെ ചിറകിന് ഒരു 45-50 ഭാരം വരുന്ന ഒരു സ്ത്രീയെയും ഈ ഏഫയെയും ചുമന്നുകൊണ്ട് പോകാനുള്ള ബലമൊന്നും ഒരു പെരിഞ്ഞാറയുടെ ചിറകിന് ബലമില്ല. പക്ഷെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. ചിറകിനോടുകൂടെ കാറ്റുണ്ടായിരുന്നു എന്നൊരു വാക്യമുണ്ട്. ചിറകിനോടുകൂടി കാറ്റുണ്ട് എന്നൊരു വാക്യമുണ്ട്. ആ കാറ്റ് എന്ന പദത്തിന് ഹീബ്രു വേഴ്സിലും ഗ്രീക്ക് വേക്കിലും നൂമ എന്നും റൂഗ എന്നുമുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കാറ്റിനോടുകൂടെ, ചിറകിനോടുകൂടെ കാറ്റുണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ വഹിക്കാനുള്ള ഈ പെരിഞ്ഞാറയുടെ ചിറകിന് ബലമില്ല. ഇതിനെ വഹിച്ചുകൊണ്ട് പോകാൻ ബലം കിട്ടിയവിടെന്നറിയാമോ? ചിറകിനോടുകൂടെ കാറ്റുണ്ടായിരുന്നു. ഏതാണ് ഈ കാറ്റെന്ന്? റൂഹ എന്നും നൂമ എന്ന പദമാണ്. അത് പരിശുദ്ധാത്മാവിന് റെപ്രസെന്റീവായിട്ട് കൊടുത്തിരിക്കുന്ന പദമാണ് റൂഹ എന്നും നൂമ എന്ന പദം. എന്ന് പറഞ്ഞാൽ ചിറകിനോടുകൂടെ കാറ്റുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ചിറകിനോടുകൂടെ പരിശുദ്ധാത്മാ ഉണ്ടായിരുന്നു എന്ന വാക്കിന്റെ അർത്ഥം. ഒരു കാര്യം ശ്രദ്ധമായി പറയാം, നമുക്ക് വഹിക്കാൻ പറ്റാത്ത ചിലതിനെ, നമുക്ക് പറന്ന് കയറി ദുർഘടങ്ങളെ മറികടക്കാൻ ബലമില്ലാതെ ചിറകിന് ബലം ക്ഷയിക്കുമ്പോൾ നീ അറിയാതെ ചിറകിനോടുകൂടെ കാറ്റയക്കുന്നവൻ, ചിറകിനോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അയക്കുന്നവൻ ഇന്നലകളിലെ പല ദുർഘടങ്ങളിലും പറന്നു കയറാൻ, ഇന്നലകളിലെ ചില പ്രതിസന്ധികളെ ഓടിക്കേറാൻ നിന്റെ ചിറകിന് ബലം തന്നത് നിന്റെ സ്വയബലമല്ല, സമുദായത്തിന്റെ ബലമല്ല, സഭയുടെ ബലമല്ല, നിന്റെ ഭക്ഷണത്തിന്റെ ബലമല്ല, നിന്റെ മനുഷ്യന്റെ വാക്കിന്റെ ബലമല്ല. നീ അറിയാത്തൊരു കാറ്റ് നിന്റെ ചിറകിനോടൊപ്പം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി ആ നൂമയുടെ, ആ റൂഹയുടെ കാറ്റിന്റെ ശക്തി ശരീരത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ചില പ്രതിസന്ധികളെ പറന്നു കയറാൻ, ചില പ്രതിസന്ധികളെ മറികടക്കാൻ നിന്റെ ചിറകിന് ബലമേറുന്നവൻ. ഹല്ലേലൂയ. അവിടെ അറ്റുവീഴും, അവിടെ പറന്നു കയറാൻ പറ്റില്ല, അവിടെ തകർന്നു വീഴുമെന്ന് യോസേഫ് കരുതിയെടുത്ത് അവന്റെ ചിറകിന് ബലമേറിയത് ദൈവത്തിന്റെ കാറ്റായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മ പറയുന്നു, ചിലതിന് മീതെ നീ പറന്നു പോകാൻ നിന്റെ ചിറകിനോടുകൂടെ നിന്റെ ദൃഷ്ടികൾക്ക് കാണാൻ പറ്റാത്ത കാറ്റിനെ ഒരു ദൃഷ്ടികൾക്ക് കാണാൻ പറ്റില്ലല്ലോ, അത് അദൃശ്യമാണല്ലോ. ദൈവത്തിന്റെ ആത്മാവിനെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അത് നിന്റെ ചിറകിനോടുകൂടെ ഉണ്ട് കുഞ്ഞെ. അടുത്ത് നിൽക്കുന്നവർ അറിയുന്നില്ല, കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ ആ പ്രതിസന്ധിയിൽ നീ തീരുമെന്ന് കരുതുന്നെടുത്ത് അതിന് മീതെ പറന്നു പോകാൻ നിന്റെ കാറ്റിന് മീതെ, നിന്റെ ചിറകിന് മീതെ കാറ്റ് പകരുന്ന ദൈവശക്തിക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് ചിലരോട് പരിശുദ്ധമാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ചിറകിനോടുകൂടെ ദൈവത്തിന്റെ കാറ്റുണ്ട്. നീ എവിടെ അലഞ്ഞോ, നീ എവിടെ
തകർന്നോ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ ആരും മനസ്സിലാക്കാതെ, നിന്നെ പരിഗണിക്കാതെ, നിന്റെ നിഷ്കളങ്കത തിരിച്ചറിയാൻ കഴിയാതെ, എവിടെയെല്ലാം നിന്നെ പരിഗണിക്കാതെ പോയോ, എവിടെയെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു, എവിടെയെല്ലാം നീ അലഞ്ഞു നടന്നു, അവിടെ നിന്നെ അതിനു മീതെ പറന്നു പോകാൻ നിന്റെ ചിറകിന് കാറ്റ് തരുന്നവനും, അവിടെ നിന്നെ ആദരിച്ച് നിന്നെ മാനിക്കത്തക്ക വിധത്തിൽ നിനക്ക് നീതി നിഷേധിക്കപ്പെടാതെ നിന്റെ തല ഉയർത്തുന്നവനുമായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമ്മളോട് ഇടപെടുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, വചനത്തിനു മുമ്പിൽ ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ ശക്തമായി ചിലരോട് പരിശുദ്ധം ഇടപെടുന്നു, വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി നിനക്കും നിന്റെ തലമുറയ്ക്കുമെതിരെ നിൽക്കുന്ന ചിലതിനെ മറികടക്കാൻ ദൈവത്തിന്റെ കൃപ തരികയാണ്. നിനക്ക് തലമുറയ്ക്കും നമുക്ക് വാഗ്ദത്തം ചെയ്ത ചിലത്, അബ്രഹാമോട് പറഞ്ഞു നിന്റെ സന്തതിക്ക് ശേഖം ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിതു. ആ പ്രതിസന്ധി ജയിച്ചു കയറിയെങ്കിൽ നമുക്കും നമ്മുടെ തലമുറയ്ക്കുമുള്ള വാഗ്ദത്തങ്ങൾക്കെതിരെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുമീതെ മറികടക്കുന്ന ഒരു കാറ്റ് നിന്റെ ചിറകിനോട് ഇന്ന് രാത്രി പകരത്തക്ക വിധത്തിൽ യോസേപ്പിന്റെ ദൈവം നമ്മുടെ ദൈവമാണല്ലോ. പരിശുദ്ധ പിതാവേ, കേട്ട വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ ഇന്ന് രാത്രിയിൽ അങ്ങ് പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവ് ജോസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കേട്ട എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ് വളരെ ശക്തമായിട്ട് വചനത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതുകൊണ്ട് സ്തോത്രം. ചില വ്യക്തികളോട് ഇന്ന് രാത്രി ദൈവം ഇടപെട്ടതുകൊണ്ടായി സ്തോത്രം ചെയ്യുന്നു. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രാഗ്നിൽ തൊട്ടപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗം നിന്ന് ബാധ ഒഴിഞ്ഞു മാറി എന്നുള്ള വചനം പോലെ രോഗങ്ങളുടെ പുറകിൽ മറയുന്ന ചില ബാധകൾ, രോഗങ്ങളുടെ പുറകിൽ മറയുന്ന ചില ബാധകൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളിൽ നിന്നും ഇന്ന് രാത്രി കെട്ട് പൊട്ടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വരെ ഞാൻ കൽപ്പിക്കുന്നു. ചില രോഗാത്മ ശരീരപ്പെട്ടങ്ങ് മാറിച്ചാട്ടെ, യേശു നാമത്തിൽ അഴിഞ്ഞു പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ചില തലമുറകളെ നോക്കി ദൈവാത്മ വ്യക്തമായിട്ട് ഇടപെടുകയാണ്. നിങ്ങളുടെ തലമുറയുടെ മേൽ നീതി വെളിപ്പെടുന്ന വർഷമാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ വ്യാപിക്കപ്പെടുകയാണ്. ഓ റിയൽ ഹൗദിൽ ഷഗമന റോത്തിരി സെനോറിയൽ അർത്ഥന വഗംബ വേദകസ്യത്തകമാനക. വീരന്റെ കയ്യിലെ അസ്ത്രം എങ്ങനെയോ അങ്ങനെയാവുന്ന യൗവനത്തിലെ തന്റെ മക്കൾ. അതിന്റെ അർത്ഥം എന്താണ്? വീരന് ചെല്ലാൻ കഴിയാത്തടുത്ത് തന്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം പാഞ്ഞു ചെല്ലുന്ന പോലെ എനിക്കും നിങ്ങൾക്കും ചെല്ലാൻ കഴിയാത്തടുത്ത് നിന്റെ തലമുറകളെ കൊണ്ടെത്തിക്കുന്ന ദൈവ വാഗ്ദത്തം ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപിക്കുന്നതുകൊണ്ട് സ്തോത്രം. ശക്തീകരിച്ചാട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. യേശു ക്രിസ്തു മൂലം അങ്ങ് കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടും അവസരം നൽകിയ ജോസ് പാസ്റ്ററോടും സൗചാരോടും നന്ദി പറയും. ദൈവവചനങ്ങൾ അധികം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. വാഗ്ദത്തങ്ങളുണ്ട്, നാം പോരാടി അത് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. യോസേപ്പിനെ ആദരിച്ചതുപോലെ ദൈവം നമ്മെ ഇന്ന് രാത്രിയിലും ആദരിപ്പാൻ ശക്തനാണ്. യാഗപീഠം പണിയേണ്ട സമയങ്ങളിലും സ്ഥാനങ്ങളിലും നമുക്ക് യാഗപീഠം പണിയാം. സ്തോത്രം. യാക്കോബിന് പരാജയങ്ങൾ ഉണ്ടായി, എന്നാൽ യോസേപ്പിനെ ദൈവം ആദരിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പെരിഞ്ഞാറയുടെ ചിറകിൽ ആമേൻ. സ്തോത്രം. ന്യൂമ റൂഹ ആത്മശക്തി പകർന്ന് ആമേൻ നടത്തിയതുപോലെ നമ്മെ നടത്താൻ ദൈവം ആമേൻ വിശ്വസ്തനാണ്. ആകയാൽ നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടായിരിക്കാം. പ്രിയ വിജയ് ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. Thank you, Lord. Thank you, Lord. Thank you, Lord. Great God, Father, loving, caring Master. Father, we thank you and praise you, Lord, Father, for the blessed and wonderful night that you had given us to look unto thee, O Lord. As a small prayer group, O God, Father, we were in your mighty presence, O God. We thank you, Father, for your presence in our midst, O God. We give you all the glory and honor, O God. Father, for every individual, every servant of yours, O God, who has gathered tonight, O Lord, Father. We thank you, Lord, Father, for all the blessings and graces that you have showered in our life, O Lord. We thank you, Father, for everything that you have done in our life, O Lord, Father. God Almighty, Father, we give you all the glory and honor, O God, Father. We submit us once again unto the good feet of yours, O Lord. Thank you, Father, for your servant, O Lord, Father. We submit him unto the mighty feet of yours, O Lord. Thank you, Father, for this vision, O Lord, to gather your people together, to gather your servants together, O Lord, and to come to the good feet of yours, O Lord. Father, you honor
the ministry, O Lord. Bless the ministry, O God, Father. Bless the dear sister, dear kids, O God, Father. We pray to you, Lord. Thank you, Father, for all your servants, O Lord, who had been gathering, O Lord, Father, regularly, O Lord. Thank you, Father, for your people, O Lord, who had been gathering together, O God. Various prayer requests they have, O Lord, various needs they have in their life, O God, Father. We thank you, Lord. You alone are the provider, O God, Father. God Almighty, Father, in your mighty name, as we come together, O God, help us to surrender ourselves unto the good feet of yours, O Lord. Let us all be seen in that eternal kingdom of yours, O God, Father. We pray to you, Lord, in this end days, O Lord, as your coming is very closer, O Lord. Help us to get prepared day by day, night by night, O God, Father. We pray to you, Lord. Thank you, Father, for your servant, O Lord, who did the ministry tonight, O Lord, Father. Thank you, Father, for the blessed message, O Lord. Thank you, Father, for that prophetic messages, O Lord, Father. We give you all the glory and honor, O God. 70 years servant, O Lord, his ministry unto the good fit of yours, O Lord. You honored him, Lord. You bless him, O Lord. Bless all the needs of his life, O God. Father, I pray to you, Lord. Father, till the time once again, O Lord, we gather, O God. Let us all be covered under the shadows of your mighty wings. Let us all be covered in the precious blood of Lord Jesus Christ, O Lord. Almighty Father, as we are dispersing, O Lord, let your great presence be there with us, O Lord, Father. Let every glory and honor to you, Lord, O Master. In the name of our Savior, Redeemer, Lord Jesus Christ, we pray to him and we Father. Amen. അമ്മേ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനോട് നമ്മളോട് സംസാരിച്ചതിനാൽ കർത്താവിന് മഹത്വം കരേറ്റാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് നമ്മെ വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ പതിനെട്ട് കർത്താവിന്റെ ദാസനോട് കൂടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി 15 കർത്താവിന്റെ ദാസൻ സാബു ചാരുവിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സൂം മീറ്റിംഗ് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. Hallelujah. So good, so good, so good, so good, so good, so good, so good.